ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശുവിന് തണലായി ശിശുക്ഷേമ സമിതി. മരടിലെ ഫോറം മാളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തത്. കുഞ്ഞിനെ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച സംഭവത്തിൽ സമിതി സ്വമേധയാ കേസെടുക്കുകയും വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മരട് പോലീസ് സ്റ്റേഷൻ SHOക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മരടിലെ ഫോറം മാളിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ ചികിത്സ പൂർത്തിയായതിനെ തുടർന്ന് ജില്ലാ ശിശുക്ഷേമ സമിതി ഔദ്യോഗികമായി ഏറ്റെടുത്തു. കഴിഞ്ഞ ജൂൺ 28 പുലർച്ചെയാണ് മരട് ഫോറം മാളിന് സമീപത്തെ തട്ടുകടയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് മരട് പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ സുരക്ഷിതമായി എറണാകുളം ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയ കുഞ്ഞ് നിലവിൽ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജനറൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടും ശിശുരോഗ വിഭാഗം മേധാവിയും കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാരിനു വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റും ചേർന്ന് ആശുപത്രി അധികാരികളിൽ നിന്നും കുഞ്ഞിനെ ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയത്. തുടർന്ന് തുടർ പരിചരണത്തിനായി സ്പെഷ്യൽ അഡോപ്ഷൻ ഏജൻസിയിലേക്ക് സുരക്ഷിതമായി മാറ്റി. നവജാത ശിശുവിനെ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ജില്ലാ ശിശുക്ഷേമ സമിതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തരവും വിശദവുമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മരട് പോലീസ് സ്റ്റേഷൻ SHOക്ക് സമിതി നിർദ്ദേശം നൽകി. സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്ന ഔദ്യോഗികമായ ഈ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഉല്ലാസ് മധു, അംഗങ്ങളായ ഡോക്ടർ ബിനു സനാതനൻ, അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി K, ജിൻസിമോൾ കുര്യൻ, സന്ധ്യ VK, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർമാരായ ഷാനോ ജോസ്, സ്റ്റേസി മാഞ്ഞൂരാൻ, എറണാകുളം ജനറൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ KN സതീഷ്, ശിശുരോഗ വിഭാഗം മേധാവിമാരായ ഡോക്ടർ വിനീത, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീറ, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സെൻസി, നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.